CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ MCF ആരംഭിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്നതിൽ കോടികളുടെ അഴിമതിയെന്ന് UDF. CPM നേതൃത്വത്തിനും ഇതിൽ പങ്കുണ്ടെന്ന് പ്രദേശം സന്ദർശിച്ച UDF നേതാക്കൾ ആരോപിച്ചു. അതേസമയം UDFന്റേത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഫൈസലിനെ പിരിച്ചുവിട്ട നടപടി നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണെന്ന് ഭാരവാഹികൾ. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലെടുത്ത തീരുമാനമാണിതെന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അലനല്ലൂർ അരിയൂരിൽ വൻ തീപിടുത്തം. മേലെ അരിയൂരിലെ കടകൾക്ക് പിറകിലുള്ള ഒഴിഞ്ഞ നെൽപ്പാടമാണ് കത്തിയത്. ഫയർഫോഴ്സ് എത്തി നിയന്ത്രണ വിധേയമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോൺ കലോത്സവം കലാരഥത്തിന് തുടക്കമായി. മണ്ണാർക്കാട് നെല്ലിപ്പുഴ നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് പരിപാടികൾ നടക്കുന്നത്. 4000 വിദ്യാർത്ഥികളാണ് 5 ദിവസം നീളുന്ന കലോത്സവത്തിൽ പങ്കാളികളാവുക. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ MCF ആരംഭിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്നതിൽ കോടികളുടെ അഴിമതിയെന്ന് UDF. CPM നേതൃത്വത്തിനും ഇതിൽ പങ്കുണ്ടെന്ന് പ്രദേശം സന്ദർശിച്ച UDF നേതാക്കൾ ആരോപിച്ചു. അതേസമയം UDFന്റേത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. കാറൽമണ്ണ കാളിക്കടവ് പ്രദേശത്താണ് നഗരസഭ മാലിന്യ സംസ്കരണത്തിനായി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിക്കുന്നത്. ഇതിനായി 6.5 ഏക്കർ സ്ഥലമാണ് നഗരസഭ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ഇതിലാണ് UDF അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയത്. ഇത് ആർക്ക് വേണ്ടിയാണ്, ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലെ ഗൂഢലക്ഷ്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്ന് മാത്രമല്ല, വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതിന് വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം 12,000 രൂപക്ക് ഈ സ്ഥലം വിൽപ്പന നടത്തുന്നതിന് വേണ്ടി CPIMന്റെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയും അയാൾ ഇവിടെ ചില ആളുകളെ കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട് പലതവണ. പക്ഷെ അന്ന് ആ 12,000 രൂപയ്ക്ക് പോലും ഇത് ഏറ്റെടുക്കാൻ ആളുണ്ടായിരുന്നില്ല. ആ സ്ഥലമാണ് പാവങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് പെർ സെന്റ് 35,000 രൂപ വെച്ച് ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ MCF സ്ഥാപിക്കൽ മാത്രമൊന്നല്ല. MCF സ്ഥാപിക്കാതിരിക്കട്ടെ, ഇവിടെ പണം ലഭിക്കണം. ഇത് ഈ വേവുന്ന പൊരയിൽ നിന്ന് ഊരുന്ന കഴിക്കും ലാഭം. എന്തായാലും ഇവരുടെ ഈ കിരാത ഭരണം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ കിട്ടുന്ന ലാഭം കൊയ്യണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി ഇവര് നടത്തുന്ന കൊള്ളയാണിത്. അതിന്റെ ഒരു ഗൂഢാലോചനയുടെ ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ കച്ചവടം വഴി കിട്ടുന്ന ലക്ഷക്കണക്കിന് കൊള്ള, ഏതാണ്ട് ഞങ്ങളെ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു 97 ലക്ഷത്തിൽ പരം രൂപ ഇതിൽ അടിച്ചു മാറ്റാൻ നിൽക്കുകയാണ്. അത് ഷെയർ ചെയ്യുന്നതിൽ തർക്ക. അല്ലാതെ ഇതൊന്നും ഈ കൊള്ളയിൽ ഇവർക്കൊക്കെ പങ്കുണ്ട്. ഇപ്പൊ അറിഞ്ഞില്ല എന്ന് പറയുന്നവർക്കും അറിയുമെന്ന് പറയുന്നവർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻവർക്കും ഒക്കെ പങ്കുണ്ട്. CPMന്റെ ഏരിയ സെക്രട്ടറിക്കും CPMന്റെ ഈ ഇവിടുത്തെ എല്ലാ നേതാക്കന്മാർക്കും അറിയാം. കാരണം ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ടിന്റെ സഹകരണത്തോടെ 2 കോടി വകയിരുത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുക. എന്നാൽ ജനവാസ മേഖലയിൽ പദ്ധതി വരുന്നതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇത് വകവയ്ക്കാതെ നഗരസഭാ ഭരണസമിതി മുന്നോട്ടു പോകുകയാണ് എന്ന് സ്ഥലം സന്ദർശിച്ച UDF നേതാക്കൾ പറഞ്ഞു. കൃഷിയിടങ്ങളുണ്ട്, തൊട്ട് താഴെ പുഴയാണ്. ഈ പുഴ എന്ന് പറഞ്ഞാൽ ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്കും തൊട്ടപ്പുറത്ത് ആലിപ്പുറം പഞ്ചായത്തിന്റെ വെള്ളമടിക്കുന്ന പമ്പ് ഹൗസാണ് കാണുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെ നെല്ലായ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നിരവധി പഞ്ചായത്തുകളിലെ ആളുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ആളുകൾക്ക് കുടിക്കാനും കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ഈ പുഴയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ ഒരു MCF സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഇവിടുന്ന് മാലിന്യങ്ങൾ ഈ ജലസ്രോതസ്സിലേക്ക് ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. ഇവിടെയുള്ള ഈ പവിത്രമായ ഈ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾക്ക് അത് വലിയ ഭീഷണിയായി മാറും. കൗൺസിലർമാർ സ്ഥലം സന്ദർശിച്ച ശേഷം ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച ശേഷമേ പദ്ധതിയുമായി മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് കൗൺസിൽ യോഗത്തിൽ ഉറപ്പ് നൽകിയിരുന്നു. ഇക്കാര്യം മിനിറ്റ്സിൽ തെറ്റായി രേഖപ്പെടുത്തിയെന്നും ഇതിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് കൂടിയായ KM ഇസ്ഹാഖ് പറഞ്ഞു. 2 ആഴ്ച മിനിറ്റ്സിന്റെ കോപ്പി തന്നെ തന്നില്ല. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായി മിനിറ്റ്സിന്റെ കോപ്പി കിട്ടിയപ്പോൾ അതില് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൽ എഴുതിയിരിക്കുന്ന 4-ാം നമ്പർ തീരുമാനത്തിൽ MCF ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആരാ തീരുമാനിച്ചു? ആര് തീരുമാനിച്ചു? അന്ന് കൂടിയ കൗൺസിലർമാർ CPMകാരുണ്ടല്ലോ, ഞങ്ങൾ മാത്രമല്ലല്ലോ.
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് ഇത് അറിയോ എന്ന് എനിക്കറിയില്ല. അത് അവരതിൻ്റെയൊക്കെ സഹയാത്രികരായി പങ്കുപറ്റി പോകുന്നവരാണോ എനിക്ക് പറയാൻ വയ്യ. എന്തുകൊണ്ട് കൗൺസിൽ തീരുമാനത്തെ അട്ടിമറിച്ചു? എന്റെ ചോദ്യം അതാണ്. ആ ചോദ്യത്തിന് ചെയർമാൻ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10-ാം തീയതി കൂടിയ യോഗത്തിൽ ഞാനത് അവതരിപ്പിച്ചു. കൗൺസിൽ തുടങ്ങാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, തുടങ്ങാൻ വരട്ടെ, 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞു, ഇത് ഈ ശ്രീ സുരേഷ് കെ പി എന്ന ഒരു താല്പര്യ പത്രപ്രകാരം നഗരസഭയ്ക്ക് വിൽപ്പനക്ക് നൽകാവുന്നതാണെന്ന് അറിയിച്ചിട്ടുള്ള കാളികടവ് പ്രദേശത്തെ ബ്ലോക്ക് 42-ൽപ്പെട്ട 2/15, 2/7, 2/5, 2/5 സർവേ നമ്പറിൽപ്പെട്ട സ്ഥലം വാല്യുവേഷൻ പ്രക്രിയകൾക്ക് ശേഷം നെഗോഷിയേഷനിലൂടെ നഗരസഭയുടെ MCF നിർമ്മാണത്തിന് ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചു. ആരെ ഇങ്ങനെ ഏറ്റെടുത്ത് തീരുമാനിച്ചു എന്ന് പറയാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കൗൺസിൽ കഴിഞ്ഞാൽ ആ കൗൺസിലിന്റെ നോട്ട് ക്ലർക്ക് എഴുതുകയും അത് സെക്രട്ടറിയുടെയും ചെയർമാന്റെയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്ത് അവരെ കൺസെന്റ് കിട്ടിയാൽ മാത്രം അത് അടിക്കുക. അപ്പൊ ചെയർമാൻ എന്റെ കൗൺസിൽ പറഞ്ഞ് 10-ാം തീയതി അതൊരു പെസക് പറ്റിയതാണെന്ന്. അക്ഷരത്തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ആശയം തെറ്റിയാലോ? അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ട്. ഞങ്ങൾ ആദ്യം ആരോപിച്ച പോലെ, ഇവിടുത്തെ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതുപോലെ, പൊതുജനം ചർച്ച ചെയ്തതുപോലെ, CPM-നെ തന്നെ ചില ആളുകൾ ഞങ്ങളോട് പറഞ്ഞ പോലെ ഇതിൽ വലിയ ദുരൂഹത ഉണ്ട് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇക്കാര്യത്തിലുള്ള എതിർപ്പ് പ്രദേശവാസികളും പങ്കുവച്ചു. നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ബുദ്ധിമുട്ടായിട്ടുണ്ടാകാതെ നമുക്കിവിടെ അമ്പലങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അത് എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യാം കേട്ടോ. വേസ്റ്റ് ചെയ്യണില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. വേറെ എന്തിനാണത് ഉപയോഗിക്കണമെന്ന് ഞങ്ങളോട് പറയണം, വ്യക്തമാക്കണം. അത് വായില നമ്മളോട് പറഞ്ഞാൽ പോലെ രേഖാമൂലം ഞങ്ങൾക്ക് പേപ്പർ തരണം. അവർ ഭൂമി വാങ്ങിക്കോട്ടെ, അധികം പൈസ കൊടുക്കാതെ, ഒരു മര്യാദ ഈ സാധുക്കളുടെ പൈസ ഒക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് വാങ്ങാതെ ഇതിനൊക്കെ വാങ്ങിയ വിലയും എല്ലാം എല്ലാവർക്കും അറിയാം. നമ്മുടെ ആശങ്ക കൗൺസിലറെ അറിയിച്ചിട്ടുണ്ട്. കൗൺസിലർ അങ്ങനെ ഒരു സംഭവം ഇവിടെ വരുത്തുന്നില്ല, ടൂറിസമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റുള്ളതോ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ അവരങ്ങനെ ഈ പദ്ധതി കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും, ശക്തമായ പ്രക്ഷോഭത്തിന് മുന്നോട്ട് പോവുകയും ചെയ്യും. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ തള്ളി. UDF-ൻ്റേത് രാഷ്ട്രീയ മുതലെടുപ്പാണ്, വികസനത്തെ തടയുന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്നവർ ആക്ഷേപമില്ലാത്ത സ്ഥലം കണ്ടെത്തി നൽകാൻ തയ്യാറാകണമെന്നും ചെയർമാൻ പറഞ്ഞു. സ്ഥലം വാങ്ങാൻ പൈസ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാം. തൊട്ടശ്ശേരിയിൽ മാലിന്യ സംസ്കരണ സംവിധാനത്തിനായിക്കോട്ടെ എന്തെങ്കിലും ആവശ്യം നമുക്ക് ഒരു ഇഞ്ച് സ്ഥലമില്ല, ഒരു സ്ഥലവും നമുക്കില്ല. അത്തരം ഒരു തുടക്കം മാത്രമല്ല, അത് ആശങ്ക ഉണ്ടാകുന്ന ആ സ്ഥലം വാങ്ങാൻ നമ്മൾ തീരുമാനിക്കല്ല ഇതുള്ളത്. ആ സ്ഥലം വാങ്ങണമെന്ന് തുടർ നടപടികളായി മുന്നോട്ട് പോകാനാണ് ഏറ്റെടുക്കുന്നത്. മനസ്സിലായത് അത് ഗണിച്ചെഴുതിയത് എല്ലാം വിഷമം പറ്റിയിട്ട് അറിയില്ല. തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആക്ഷേപം ഉണ്ടെങ്കിൽ നഗരസഭയ്ക്ക് അതിനോട് താല്പര്യം, ആക്ഷേപം വെച്ചുകൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ നമുക്ക് താല്പര്യമില്ല. അത് എൻ്റെ ഭരണസമിതിയുടെ കാലത്ത് നടക്കുന്ന വിഷയമല്ല, നല്ല പരിമിതി ഒരാളുള്ളൂ. ഈ ഭരണസമിതിയുടെ കാലത്ത് വാങ്ങാൻ പോകുന്ന കാര്യമില്ല. ഈ ഭരണസമിതിക്ക് ഈ 6 മാസം കൊണ്ട് കഴിയുന്ന പ്രൊസീജിയർ അല്ല അത്. ഈ 6 മാസം കൊണ്ട് കഴിയുന്ന പ്രൊസീജിയർ അല്ല ഇത്. ഈ സ്ഥലം ഏറ്റെടുപ്പ് എന്നുള്ളത് അത് ആദ്യം വേണം. കറക്റ്റ് വാല്യുവേഷൻ തന്നെ മാസങ്ങൾ പിടിക്കും, നമുക്കറിയാലോ. അത് കഴിഞ്ഞ് ഫണ്ടിന് അപേക്ഷിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കാര്യത്തിൽ തുടങ്ങിയപ്പോൾ ഇത്തരം ആക്ഷേപം ഉന്നയിച്ച് നമ്മളെ നഗരസഭയുടെ വികസനത്തെ തടയുന്നത് ശരിയാണോ എന്ന് അവരാലോചിച്ചോട്ടെ. എന്നാൽ അവർ പറയട്ടെ, ഏതെങ്കിലും സ്ഥലം അവർ എഴുതട്ടെ, ഇന്ന സ്ഥലമാണെന്നുണ്ട് അവർ എഴുതട്ടെ. ഏതെങ്കിലും ഉടമയെ കൊണ്ട് പരാതിയില്ലാതെ നമുക്ക് ഇത്ര സ്ഥലം കിട്ടാനുണ്ട്, പത്രപരിസ്ഥിതി നമ്മൾ നമുക്ക് സ്ഥലം വേണം എന്ന് യാഥാർത്ഥ്യമാണ്. അത് ഇന്ന സ്ഥലം വേണമെന്നില്ല, അത് ഒഴിഞ്ഞ സ്ഥലം മതിയെന്ന് നമുക്ക്. റോഡുണ്ടാവണമെന്നേ ഉള്ളൂ. റോഡുള്ള സ്ഥലം കിട്ടിയാൽ നമുക്ക് അത് ഏറ്റവും കുറഞ്ഞവരൊക്കെ ആർക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. ഇപ്പോഴും നമ്മൾ പത്രപരിസ്ഥിതി നടത്തിയാൽ ഇപ്പോഴും ആവാം. അടുത്ത കൗൺസിൽ അതാലോചിക്കാലോ. നഗരസഭയ്ക്ക് മാലിന്യ സംസ്കരണ സംവിധാനത്തിന് ആക്ഷേപമില്ലാത്ത സ്ഥലം അവർക്ക് ജലാശയത്തിന് 100 മീറ്റർ വിട്ടിട്ട് വേണം. ഇത് 100 അല്ല, കടന്നു നോക്കിയിട്ടാണ് KSWMP-കാർ പരിശോധിച്ചിട്ടാണ്. ആക്ഷേപമില്ലാത്ത സ്ഥലം ഇന്നതുണ്ട് എന്നുള്ളത് നിർദ്ദേശിക്കാൻ ഇവർക്കൊക്കെ പേരോ നമുക്ക് വരുമൊന്നുമില്ല. പേര് ഈ സ്ഥലം വാങ്ങണമെന്നത് താല്പര്യം നമുക്കില്ല. അതിൽ അഴിമതി ആൾക്കാർക്ക് പറയാം. ഞാൻ പറയുന്നു, ഇത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ചിലപ്പോൾ എൻ്റെ കൗൺസിലിൻ്റെ കാലത്തോ പ്രായോഗികമായ സ്ഥലം വാങ്ങുന്നത്. അതിന് ഫണ്ടിനൊന്നും ആവശ്യപ്പെടാൻ വേണ്ടി പ്രൊസീജിയർ. അല്ലാതെ നമ്മൾ പ്രൊജക്റ്റ് വെക്കുന്നത് എപ്പോഴാണ് KSWMP-യുടെ ഫണ്ട് വെച്ചാണ്. അവർ 7 കോടി രൂപ ഒന്നും ചെലവഴിക്കാൻ കഴിയാതൊക്കെ ഇവിടെ ഈ സ്ഥലത്ത് ചെലവഴിക്കാൻ കഴിയില്ലായിരുന്നു. നമ്മൾ ആ സ്ഥലത്ത് അടിയിൽ മുഴുവൻ പ്ലാസ്റ്റിക് ആണെന്നും
അതിൻ്റെ ഉള്ളിൽ ഒരു രൂപ പോലും അവർ ചെലവഴിക്കാൻ അനുവദിച്ചിരുന്നില്ല. നമ്മൾ ആധുനിക ആർആർഎഫ് വെച്ചാണ്. അപ്പോൾ പുതിയ സ്ഥലം കണ്ടെത്തിയേ പറ്റൂ എന്നുള്ള അവരുടെ നിർദ്ദേശത്തിന് അവരെന്നെ അപേക്ഷിക്കാൻ പറയുന്ന ഭാഗമായിട്ട് അപേക്ഷിച്ചുണ്ടായ ഒരു പദ്ധതിയെ ഇത്തരത്തിൽ അടച്ചാക്ഷേപിച്ച് അത് മുടക്കുന്നത് ചെർപ്പശ്ശേരിയുടെ വികസനത്തിന് താല്പര്യമുള്ളവരല്ല. CCN ചെർപ്പുളശ്ശേരി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഫൈസലിനെ പിരിച്ചുവിട്ട നടപടി നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണെന്ന് ഭാരവാഹികൾ. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ എടുത്ത തീരുമാനമാണിതെന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. എല്ലാവരും 23 വാർഡ് മെമ്പർമാരും എല്ലാവരുടെയും അനുമതിയോട് കൂടിയാണ് നമ്മൾ ബോർഡ് മീറ്റിംഗിൽ വെച്ച് തീരുമാനമെടുത്ത് പുറത്താക്കാൻ തീരുമാനിച്ചത്. പുത്തനങ്ങാടിയിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ സംഘർഷമുണ്ടായപ്പോൾ പഞ്ചായത്തിലെ ജീവനക്കാരനായ ഫൈസൽ സംഘർഷം ശമിപ്പിക്കുന്നതിനു പകരം ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ട് സംഘർഷം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തിയെന്ന് പരാതി ഉയർന്നിരുന്നു. ഇതിൽ പരിശോധന നടത്തി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ എടുത്ത തീരുമാനമാണിതെന്നും അധികൃതർ അറിയിച്ചു. പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം കേരളോത്സവത്തിന് ആളുകളെ എത്തിക്കാനായി ഉപയോഗിച്ചുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി അധികൃതർ പറഞ്ഞു. ഈ പറയപ്പെട്ട വ്യക്തി തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടതുമാണ്. അത് ഭൂരിപക്ഷ ആളുകളും അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മെമ്പർ അദ്ദേഹത്തിന് നടപടി എടുക്കണമെന്ന് പറഞ്ഞാലും മെമ്പർ അദ്ദേഹത്തെ പല സമയത്തും പല രൂപത്തിലാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഈ അന്വേഷണം പൂർത്തീകരിച്ചപ്പോൾ പഞ്ചായത്ത് ബോർഡിൽ യോഗം ചേരുകയും അന്ന് കൂടിയ എല്ലാ മെമ്പർമാരും വിവിധ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ള ജനപ്രതിനിധികളായിട്ടുള്ള മെമ്പർമാർ ആരും തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ പുറത്താക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും പുറത്താക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളും കാലങ്ങളോളം പുറത്താക്കണമെന്ന് ഞങ്ങൾക്കും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ വേറെ രീതിയിലേക്കുള്ള ഒരു സമര രീതി, ഒരാൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, സംഘടനകൾക്ക് അവകാശമുണ്ട്. പക്ഷെ അതൊരു വലിയൊരു രീതിയിലേക്ക് മാറുകയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ളവരോടുള്ള ഒരു സംസാരത്തിലുണ്ടായ ഒരുപക്ഷെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. പക്ഷെ അതൊരു രീതി മാറുകയും ചെയ്തപ്പോഴാണ് ഈ ഒരു തീരുമാനത്തിൽ ഭരണസമിതി ഉറച്ചു നിന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് KP സയ്യിദ, വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ വാക്കാട്ടിൽ സുനിൽ ബാബു, ഫൗസിയ തവളേങ്ങൽ, മെമ്പർ PP ഷിഹാബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. നവീകരിച്ച പൂവത്താണി പള്ളിക്കുന്ന് കാമ്പ്രം റോഡിൽ പെരുമ്പാലപ്പാറ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് അപകടം പതിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പെരുമ്പാലപ്പാറ റോഡിൽ നിന്നും കാർ മെയിൻ റോഡിലേക്ക് കയറുന്നതോടെ എതിർഭാഗത്ത് നിന്നും വരുന്ന കാർ ഇടിച്ച് വലിയ അപകടമുണ്ടായി. കഴിഞ്ഞ ദിവസം റോഡ് നവീകരിച്ചതോടെ പെരുമ്പാലപ്പാറ റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറുവാൻ ഉയരം കൂടുതലായതിനാൽ ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുന്നത് കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ചോരാണ്ടി കഴിഞ്ഞാൽ വലിയ ഇറക്കവും വാഹനങ്ങൾക്ക് അമിത വേഗതയുമാണ് ഉള്ളത്. ഇതോടെ പെരുമ്പാലപ്പാറ റോഡിൽ നിന്ന് കയറുന്ന വാഹനങ്ങളെ ഗൗനിക്കാതെയാണ് ഇരുചക്ര വാഹനം അടക്കമുള്ളവർ ചീറിപ്പായുന്നത്. കഴിഞ്ഞ ദിവസം പെരുമ്പാലപ്പാറ റോഡിൽ നിന്നും കാർ മെയിൻ റോഡിലേക്ക് കയറുന്നതോടെ എതിർഭാഗത്തു നിന്നും വരുന്ന കാർ ഇടിച്ച് വലിയ അപകടമുണ്ടായി. കാർ യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കരിങ്കത്താണി ആലിപ്പറമ്പ് മെയിൻ റോഡിൽ നിന്നും പെരുമ്പാലപ്പാറ റോഡിലേക്ക് പോകുന്ന ഈ റോഡിൽ ഒരു അപകട മേഖലയാണ്. പുതിയ പാർക്കൊക്കെ വന്ന് സമയത്ത് കണ്ടമാനം വാഹനങ്ങൾ വലിയ രീതിയിൽ കടന്നു പോകുന്നുണ്ട്. 2 ദിവസം മുമ്പ് 2 കാറുകളെ വഴി ഇടിച്ച് തലനാരിഴക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെമ്പർമാരോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കണ്ണാടിയോ അതുപോലെ വേറെ വല്ല സംവിധാനമോ വേണമെന്നുള്ള ഇത് മെമ്പറെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അധികൃതർ അതിന് പ്രത്യേകം പരിഗണന നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ സുരക്ഷാ കണ്ണാടിയോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് അപകടത്തിന് ആക്കം കൂട്ടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതേസമയം ഇവിടെ സുരക്ഷാ കണ്ണാടി വയ്ക്കാനുള്ള ആവശ്യവുമായി വാർഡ് മെമ്പറെ സമീപിച്ചതായും റോഡ് സൈഡ് ഭാഗത്തുള്ള കച്ചവടക്കാരായ മുഹമ്മദ് കുട്ടി പറഞ്ഞു. CCN ചത്തല്ലൂർ. ദേശീയ സമ്മതിദായക ദിനാചരണം മലപ്പുറം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മലപ്പുറം വാര്യൻകുന്നത്ത് ഹാജി ടൗണിൽ നടന്ന സമാപന പൊതുസമ്മേളനം ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ജനങ്ങൾക്ക് ആ അധികാരം പ്രയോഗിക്കാനുള്ള അവസരമാണ് ഇലക്ഷൻ. അപ്പോൾ അതിൽ പൂർണ്ണമായ പങ്കാളിത്തം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 100% പങ്കാളിത്തത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ആ പ്രക്രിയ സഫലമാകുകയില്ല. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്
ഇലക്ഷനെ പറ്റി മറ്റുള്ളവരെ പൊതുജനങ്ങളെ അവബോധം കൊടുക്കുക എന്നുള്ളതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇലക്ഷനെ പറ്റി ഒരുപക്ഷെ പല തെറ്റിദ്ധാരണകളും പലരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പറയും ഇതിനുപയോഗിക്കുന്ന മിഷ്യൻസ് ചിലപ്പോൾ വോട്ട് ചെയ്ത് വയ്ക്കാം, അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ആൾക്കാരൊക്കെ അത് ഷെയർ ചെയ്യുന്നു അറിയാതെ, എന്താണ് അതിൻ്റെ ടെക്നോളജി അറിയാതെ. അപ്പോൾ അങ്ങനെ പലരും അവിടെ ആലോചിക്കാൻ കാരണം നമ്മുടെ കയ്യിലുള്ള പോക്കറ്റിലിട്ടിരിക്കുന്ന മൊബൈലിന് പോലെയുള്ളൊരു ഡിവൈസിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദേശീയ സമ്മതിദായക ദിനത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സമ്മതിദായക പ്രതിജ്ഞയോടെയാണ് ജില്ലാതല ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് എസ് മുരളീധരനെ ജില്ലാ കളക്ടർ ആദരിച്ചു. സമ്മതിദായക ദിനാചരണത്തിന് മുന്നോടിയായി ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിഭാഗവും ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബും സംയുക്തമായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിന്റെ സമാപനമായി മെഴുകുതിരിവെട്ടത്തിൽ റാലിയും സംഘടിപ്പിച്ചു. ADM NM മെഹ്റലി അധ്യക്ഷനായിരുന്നു. ദിനാചരണത്തിന് മുന്നോടിയായി ജില്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറേക്കര ആഴിമുഖം ബീച്ചിൽ പ്രശസ്ത ശില്പി ഷിബുവെട്ടം മണൽ ശില്പവും ഒരുക്കിയിരുന്നു. CCN മലപ്പുറം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കല്ലടിക്കോട് കനാൽ പാലത്തിനു സമീപം വാഹനാപകടം. ബൈക്കും സ്കൂട്ടിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അട്ടപ്പാടി സ്വദേശിക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച വൈകുന്നേരം 3:45 അപകടമുണ്ടായത്. അട്ടപ്പാടി മുഴയിൽ മങ്ങായിൽ അശ്വിനാണ് പരിക്കേറ്റത്. ഇയാളെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിന്റെ CCTV ദൃശ്യവും ലഭിച്ചിട്ടുണ്ട്. CCN കോങ്ങാട്. അലനല്ലൂർ അരിയൂരിൽ വൻ തീപിടുത്തം. മേലെ അരിയൂരിലെ കടകൾക്ക് പിറകിലുള്ള ഒഴിഞ്ഞ നെൽപ്പാടമാണ് കത്തിയത്. ഫയർഫോഴ്സ് എത്തി നിയന്ത്രണ വിധേയമാക്കി. തിങ്കളാഴ്ച രാത്രി 8 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. പാടത്തിന്റെ ഇരുവശങ്ങളിലും നിരവധി വീടുകളുണ്ട്. തീ കത്തുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ വട്ടമ്പലത്തുള്ള ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. 1 ഏക്കറോളം സ്ഥലമാണ് കത്തി നശിച്ചത്. അതേസമയം ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി അരിയൂരിന്റെ തൊട്ടു സമീപ പ്രദേശമായ കല്യാണക്കാപ്പ് സെന്ററിലും തീപിടുത്തം ഉണ്ടായിരുന്നു. CCN ചത്തല്ലൂർ. വർണ്ണകൂടാരം എന്ന പേരിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ച് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്. പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ പഞ്ചായത്തിന് ചെയ്യാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന്റെ പ്രയാസങ്ങളൊക്കെ മറികടക്കുക എന്നുള്ളതാണ് ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുക. അത് ഞങ്ങൾ മറികടക്കുകയും അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ നമ്മളിവിടെ വിളിച്ചു വരുത്തി ഡോക്ടർമാരുടെ സംഘം വന്ന് പരിശോധിച്ച് പഞ്ചായത്തിലുള്ള 8 പേർക്ക് കൈകൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന വാഹനം വീൽ ചെയർ, നമുക്ക് വീട്ടിനകത്തും പുറത്തും ഒക്കെ അവർക്ക് അത്യാവശ്യം ചെയ്യിക്കാൻ കഴിയുന്ന വീൽ ചെയർ കൊടുക്കുന്ന പദ്ധതി, ആ പദ്ധതി നടന്നു വരികയാണ്. ഏത് രൂപത്തിലുള്ള വാഹനമാണോ വീൽ ചെയർ ആണോ അവർക്ക് വേണ്ടി നിർമ്മിക്കേണ്ടത് അത് ഡോക്ടർമാർ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 10-15 ദിവസത്തെ സാവകാശം കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരും അവരുടെ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കലാമേള സംഘടിപ്പിച്ചത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിറ, അനസ് പൊമ്പ്ര, PA തങ്ങൾ, M മോഹനൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നാദവൈഖരി ബാൻഡിന്റെ ഫ്യൂഷൻ സംഗീത വിരുന്നും ഉണ്ടായി. CCN കടമ്പഴിപ്പുറം. പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളിലെ വിവിധ വികസന ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനങ്ങളുടെ സമർപ്പണം ഗ്രാമപഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ നടന്നു. കടമ്പഴിപ്പുറത്ത് KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു.
കെ ഗോപിദാസൻ, പി ബാല, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ രമേശ്, കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാറിന് 21 സങ്കേതങ്ങളിൽ നിന്നുള്ള നിവേദനങ്ങൾ കൈമാറി. വെള്ളിനേഴിയിലെ മാർച്ച് ഏരിയ സെക്രട്ടറി വി പ്രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മിക്ക് നിവേദനങ്ങൾ കൈമാറി. ശ്രീകൃഷ്ണപുരത്ത് ഏരിയ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയ്ക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചു. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത, ഹരിത അയൽക്കൂട്ടം, ഹരിത വിദ്യാലയ പ്രഖ്യാപനം എന്നിവ കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. ബോക്സിൽ കൊണ്ടുപോയി ഇടാൻ കുട്ടിയെ പഠിപ്പിക്കാൻ അപ്പൊ ഈ ചൊട്ടയിലെ ശീലം ചുടലുകറി എന്ന് പറഞ്ഞ പോലെ ഒരു പൊതു രീതിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പക്ഷേ കുട്ടികളിലേക്ക് അത്തരം ഒരു സംസ്കാരം വളർത്തിയെടുക്കാനും അവരെ ആ കാര്യങ്ങൾ വളരെ ബോധ്യപ്പെടുത്താനും ഒക്കെയുള്ള പ്രവർത്തനത്തിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് നടത്തി. ചടങ്ങിൽ ശ്രീജിത്ത് മേനോൻ, KM കുട്ടി, റൈഹാനത്ത്, ഓടംപുള്ളി വാസുദേവൻ എന്നിവരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായി. കെ ശ്രീലത സ്വാഗതം പറഞ്ഞു. സി നാരായണൻകുട്ടി, വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക മേള സംഘടിപ്പിക്കുന്നു. മലപ്പുറം MSP കമ്മ്യൂണിറ്റി ഹാളിൽ 30, 31 ഫെബ്രുവരി 1 തീയതികളിലായാണ് മേള നടക്കുക. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് പി ഉപ്പയത്തുള്ള MLA ഉദ്ഘാടനം ചെയ്യും. മേളയിൽ കാർഷിക പ്രദർശനം, കാർഷിക സെമിനാർ, മണ്ണു പരിശോധന, വിള ആരോഗ്യ ക്ലിനിക്, പുതിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് രജിസ്ട്രേഷൻ, കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി സർവീസ് ക്യാമ്പ്, ഫുഡ് ഫെസ്റ്റ്, കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും. മേള രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ ആയിരിക്കും. സെമിനാർ 3 ദിവസം വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാർ നടക്കും. പിന്നെ സ്റ്റാളുകൾ ഉണ്ടാവും. ഏകദേശം 30 സ്റ്റാളുകളല്ലേ, 30 സ്റ്റാളുകൾ അവിടെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. വിവിധ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാളുകളും അതുപോലെ കർഷകരുടെ സ്റ്റാളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രദർശനവും വിൽപ്പനയും അതുണ്ടാവും. പിന്നെ വൈകുന്നേരം കൾച്ചറൽ പ്രോഗ്രാമുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട്, വൈസ് പ്രസിഡന്റ് രജില, MD പ്രീത എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി A-സോൺ കലോത്സവം കലാരഥത്തിന് തുടക്കമായി. മണ്ണാർക്കാട് നെല്ലിപ്പുഴ നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് പരിപാടികൾ നടക്കുന്നത്. 4000 വിദ്യാർത്ഥികളാണ് 5 ദിവസം നീളുന്ന കലോത്സവത്തിൽ പങ്കാളികളാവുക. ആദ്യ ദിവസം ഉപന്യാസ രചന, എംബ്രോയിഡറി, കാർട്ടൂൺ, ഫോട്ടോഗ്രാഫി, പെയിന്റിംഗ്, കവിതാരചന, പോസ്റ്റർ മേക്കിംഗ്, ചെറുകഥാ രചന, അക്ഷരശ്ലോകം എന്നിവ നടന്നു. കലോത്സവത്തിന്റെ 2ാം ദിവസമായ ചൊവ്വാഴ്ച പൂക്കള മത്സരം, ക്യൂസ് മത്സരം, ക്ലേ മോഡലിംഗ്, പ്രസംഗ മത്സരം, രംഗോലി, കൊളാക് റിബാറ്റ് എന്നിവ നടക്കും. 50 വർഷത്തിനു ശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി A-സോൺ കലോത്സവം മണ്ണാർക്കാട് എത്തുന്നത്. 70 കോളേജുകളിൽ നിന്നായി 4000 വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കും. ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെയാണ് കലോത്സവം നടക്കുന്നത്. CCN മണ്ണാർക്കാട്. BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായി ദീപ പുഴയ്ക്കൽ ചുമതലയേറ്റു. തിരൂരിൽ നടന്ന ചടങ്ങിൽ AN രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് V ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ ബാംഗ്ലൂരിൽ നല്ല ലക്ഷണമാണ്, മലപ്പുറത്തിന് നല്ല ലക്ഷണമാണെന്ന് നാരായണ മാസ്റ്റർ പറഞ്ഞത് ഞാൻ അപ്പുറപ്പിക്കുകയാണ്. എന്തായാലും 3 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ. ഔപചാരികമായി നമ്മുടെ സെൻട്രൽ മണ്ഡലത്തെ നയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ചിരിക്കുന്നത് ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ സുബ്രഹ്മണ്യൻ ഇനി മുതൽ നമ്മുടെ മലപ്പുറം കെമിസ്റ്റ് ഭവനിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം സെൻട്രൽ പ്രസിഡന്റായി സുബ്രഹ്മണ്യൻ ചുമതലയേറ്റു. നേതാക്കളായ AN രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, രവി തേലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ MCF ആരംഭിക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്നതിൽ കോടികളുടെ അഴിമതിയെന്ന് UDF. CPM നേതൃത്വത്തിനും ഇതിൽ പങ്കുണ്ടെന്ന് പ്രദേശം സന്ദർശിച്ച UDF നേതാക്കൾ ആരോപിച്ചു. അതേസമയം UDF-ന്റേത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു.
അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഫൈസലിനെ തിരിച്ചുവിട്ട നടപടി നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണെന്ന് ഭാരവാഹികൾ. പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലെടുത്ത തീരുമാനമാണിതെന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അലനല്ലൂർ അരിയൂരിൽ വൻ തീപിടുത്തം. മേലെ അരിയൂരിലെ കടകൾക്ക് പിറകിലുള്ള ഒഴിഞ്ഞ നെൽപ്പാടമാണ് കത്തിയത്. ഫയർഫോഴ്സ് എത്തി നിയന്ത്രണ വിധേയമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എ സോൺ കലോത്സവം കലാരഥത്തിന് തുടക്കമായി. മണ്ണാർക്കാട് നെല്ലിപ്പുഴ നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് പരിപാടികൾ നടക്കുന്നത്. 4000 വിദ്യാർത്ഥികളാണ് 5 ദിവസം നീളുന്ന കലോത്സവത്തിൽ പങ്കാളികളാവുക. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.